ഹലോ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ക്ലാസ് ആയിരുന്നു. ഫസ്റ്റ് ക്ലാസ് പാർട്ടിക്കിൾ ഇൻ എ ബോക്സിന്റെ ഇൻട്രൊഡക്ഷൻ തുടങ്ങിയായിരുന്നു. പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് നമ്മൾ റിയലി സ്റ്റാർട്ട് ചെയ്തില്ല അത്. സോ സെക്കൻഡ് ക്ലാസ് നമ്മൾ പറഞ്ഞ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത് സൈ സ്ക്വയറിനെ, പ്രത്യേകിച്ച് സൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി എടുക്കുന്ന പോലെ പ്രോബബിലിറ്റി അല്ല, പ്രോബബിലിറ്റി ഡെൻസിറ്റി ആണ് സൈ സ്ക്വയർ എന്നുള്ളത്. പ്രോബബിലിറ്റി ഡെൻസിറ്റി. അപ്പം പ്രോബബിലിറ്റി പിന്നെ എന്താണ്? പ്രോബബിലിറ്റി എന്നുള്ളത് അതിനെ ഡി വി വെച്ച് ഓർ വോളിയം എലമെന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രോബബിലിറ്റി കിട്ടുക. 3 ഡയമെൻഷണൽ ആയതുകൊണ്ടാണ് നമ്മൾ ഡി വി എന്ന് പറയുന്നത്. ഇപ്പോൾ 1 ഡയമെൻഷണൽ ആണെന്നുണ്ടെങ്കിൽ സൈ സ്ക്വയർ, ഫംഗ്ഷന്റെ സ്ക്വയർ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക, സൈ എന്ന് പറയുമ്പോൾ ഒരു ഫംഗ്ഷൻ അല്ലേ, ജസ്റ്റ് ഒരു ഫംഗ്ഷൻ. ലൈക്ക് നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ആണ് സൈ എന്നുള്ളത്. അതിന്റെ സ്ക്വയർ എടുത്താലും എഗെയിൻ നമുക്ക് കിട്ടുന്ന പിന്നെ ഒരു ഫംഗ്ഷൻ തന്നെയല്ലേ. അപ്പൊ അതൊരിക്കലും ഒരു ഫംഗ്ഷൻ അല്ലേ, അല്ലാണ്ട് ഒരു നമ്പർ അല്ലല്ലോ. പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് നമ്പർ ആയിട്ടല്ലേ കിട്ടേണ്ടത്. അപ്പോ എന്താ, നമ്മൾ അതിനെ സ്ക്വയർ ചെയ്തു എന്നതുകൊണ്ടും നമ്പറായിട്ട് ഫംഗ്ഷനായിട്ട് തന്നെ കിട്ടത്തുള്ളൂ. എന്നിട്ട് നമ്മൾ അതിന് ഡി വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ജസ്റ്റ് ഡി വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ആ എക്സിനും വൈക്കും അല്ലെങ്കിൽ ഇവിടെയുള്ള വേരിയബിൾസ് ഉണ്ടല്ലോ, എക്സ് വൈ സെഡ്, അതേപോലെ അല്ലെങ്കിൽ R1 R2 R3, അങ്ങനെയുള്ളതിനെല്ലാം ഒരു നമ്പർ കൊടുക്കണം. അതായത് നമുക്ക് ഇതാണ് നമ്മുടെ ഇത് നോക്കുക, എക്സ് ആക്സിസ് അല്ലെങ്കിൽ കോർഡിനേറ്റ് ആക്സിസ് ഇതാന്ന് വെക്കുക. അപ്പൊ നമുക്ക് ഒരു ഫംഗ്ഷൻ, ഈ ഒരു ഫംഗ്ഷന് വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫംഗ്ഷന്റെ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റ് എടുക്കും. ആ പോയിന്റിൽ ഇതിന്റെ വാല്യൂ, എക്സിന്റെ വാല്യൂ 5 ആണെങ്കിൽ ഈ 5 എന്ന വാല്യൂ എക്സിന് ഇട്ട് കൊടുക്കുമ്പോഴല്ലേ നമുക്ക് ഫംഗ്ഷൻ ഇങ്ങനെ നോക്കാം, എഫ് ഓഫ് എക്സ് ഈക്വൽസ് ടു. ഓക്കെ, നമുക്ക് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതായത് നമുക്ക് നമ്മളുടെ ഫംഗ്ഷൻ ഉള്ളത് ഇങ്ങനെ നോക്കാം, എക്സ് ഈക്വൽസ് ടു അല്ല എഫ് ഓഫ് എക്സ് ഈക്വൽസ് ടു 5x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 7 ഇങ്ങനെയാണെന്ന് വെക്കാം. അപ്പം നമുക്ക് അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് വേറൊരു ഫംഗ്ഷൻ കിട്ടും. നമ്മുടെ വേവ് ഫംഗ്ഷൻ സംതിങ് ഉണ്ടെന്ന് വെക്കാം. നമ്മുടെ വേവ് ഫംഗ്ഷൻ എന്തോ ഒരെണ്ണം ഉണ്ട്, അതിന്റെ സ്ക്വയർ എടുത്തപ്പോഴാണ് ഇത് കിട്ടിയെന്ന് വെക്കാം. ഇതാണ് വേവ് ഫംഗ്ഷൻ, അതിന്റെ സ്ക്വയർ എടുത്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയെന്ന് വെക്കാം. അപ്പോൾ ഇതിന്റെ സ്ക്വയർ എടുക്കുമ്പോഴും നമുക്കൊരു ഫംഗ്ഷൻ തന്നെയാണ്, വേവ് ഫംഗ്ഷന്റെ സ്ക്വയർ എടുക്കുമ്പോഴും നമുക്കൊരു ഫംഗ്ഷൻ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ആവണമെങ്കിൽ അതൊരു നമ്പർ ആയിട്ട് കിട്ടണം. അപ്പോൾ പ്രോബബിലിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ ജസ്റ്റ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പോയിന്റ്, അതായത് എക്സിന് ഒരു വാല്യൂ ഇട്ട് കൊടുക്കുക. എക്സിന് 5 എന്ന് വാല്യൂ ഇട്ട് കൊടുക്കുക. 5 എന്ന വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു നമ്പർ ആയിട്ട് കിട്ടും. ആ നമ്പറാണ് ഈ ഒരു പോയിന്റിലെ പ്രോബബിലിറ്റി. ആ ഒരു പോയിന്റിൽ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി കിട്ടണമെങ്കിൽ ആ ഒരു പോയിന്റിലെ പൊസിഷൻ കോർഡിനേറ്റിന്റെ വാല്യൂ ആ ഫംഗ്ഷനിൽ ഇട്ട് കൊടുക്കണം. നമ്മുടെ വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എക്സ് എന്നുള്ളത് കുറേ പാരാമീറ്റേഴ്സിനെ R1 R2 അങ്ങനെ കുറേ ടേംസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് വേവ് ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് ആ വേവ് ഫംഗ്ഷൻ ഒരു പെർട്ടിക്കുലർ പോയിന്റിലെ ആ വേവ് ഫംഗ്ഷന്റെ പ്രോബബിലിറ്റി, പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, ഈ വേവ് ഫംഗ്ഷന്റെ സ്ക്വയർ എടുക്കുക. സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പുതിയൊരു ഫംഗ്ഷൻ കിട്ടും. ആ ഫംഗ്ഷൻ എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും? അതും ഈ പൊസിഷൻ കോർഡിനേറ്റിനെ, ഈ എല്ലാ പൊസിഷൻ കോർഡിനേറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻ ആയിരിക്കും. അതിനകത്തോട്ട് ഇതിന്റെ എല്ലാം പൊസിഷൻ കോർഡിനേറ്റ്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ആ ഒരു പോയിന്റിലെ പ്രോബബിലിറ്റി കിട്ടുക. നമ്മൾ പറഞ്ഞത് വേവ് ഫംഗ്ഷന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി കിട്ടും. എന്നിട്ട് സ്ക്വയർ എടുത്താലല്ല, സ്ക്വയർ എടുത്ത പ്രോബബിലിറ്റി ഡെൻസിറ്റിയാണ് കിട്ടുക. സ്ക്വയർ എടുത്തിട്ട് അതിനകത്തോട്ട് ആ പൊസിഷൻ കോർഡിനേറ്റിന്റെ വാല്യൂ ഇട്ട് കൊടുക്കണം. അപ്പം ആ ഒരു പോയിന്റിൽ കാണാനുള്ള പ്രോബബിലിറ്റി കിട്ടും. ആ ഒരു ഏരിയ കൊണ്ട്, അതായത് ഈ ഒരു ഡിസ്റ്റൻസിൽ ആ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റിയാണ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. ഇതിന്റെ കൃത്യം മിഡിൽ ആയിട്ടുള്ള പോയിന്റ്, അതിന്റെ കോർഡിനേറ്റ്സ് ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്കൊരു ഇതൊരു നമ്പർ ആയിട്ട് കിട്ടുമല്ലോ. അതായത് ഫംഗ്ഷന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഒരു ഫംഗ്ഷൻ ആണ്. അതിനകത്ത് നമ്മൾ ഇതാണ് എക്സ് ആക്സിസ് എന്ന് വെക്കുക. അതിനകത്ത് ഈ ഒരു റീജിയനിൽ കാണാനുള്ള പ്രോബബിലിറ്റി ആണ് കിട്ടേണ്ടതെന്ന് വെക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന് കൃത്യം നടുക്കായിട്ടുള്ള പോയിന്റ് എടുക്കുക, ആ പൊസിഷൻ കോർഡിനേറ്റ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്കൊരു നമ്പർ കിട്ടും. എന്നിട്ട് അതിനെ ഈ വോളിയം എലമെന്റ് അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസിൽ കാണാനുള്ള പ്രോബബിലിറ്റി അല്ലേ കിട്ടേണ്ടത്. അപ്പൊ ആ ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പ്രോബബിലിറ്റി. ഈ ഒരു ഡിസ്റ്റൻസിൽ ആ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി കിട്ടും. അതല്ലാണ്ട് വേവ് ഫംഗ്ഷന് പ്രത്യേകിച്ച് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. ജസ്റ്റ് അതിന്റെ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി കിട്ടും. അതിനെ വോളിയം എലമെന്റ് വെച്ച് മൾട്ടിപ്ലൈ ആണെങ്കിൽ ആ ഒരു വോളിയത്തിൽ ആ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി കിട്ടും. അപ്പം ജസ്റ്റ് ഈ 2 യൂസ് മാത്രമല്ല ഉള്ളത്. നമ്മൾ പറഞ്ഞു വേവ് ഫംഗ്ഷൻ എന്നുള്ളത്
ആ ഒരു സിസ്റ്റത്തെ കംപ്ലീറ്റ്ലി ഡിസ്ക്രൈബ് ചെയ്യുന്നത് ആ ഒരു വേവ് ഫംഗ്ഷൻ വെച്ചിട്ടാണ്. അതായത് അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും അതിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് എങ്ങനെയാണ് കിട്ടുന്നത്? അത് കിട്ടാനായിട്ട് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഒരു ഓപ്പറേറ്റർ ഉണ്ട്. നമുക്കിപ്പോൾ പൊസിഷനാണ് കിട്ടേണ്ടതെന്ന് വെക്കുക. പൊസിഷനാണ് കിട്ടേണ്ടതെങ്കിൽ പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഓപ്പറേറ്റർ ഉണ്ട്. മൊമെന്റ് ആണെങ്കിൽ മൊമെന്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഓപ്പറേറ്റർ ഉണ്ട്. കൈനറ്റിക് എനർജിക്ക് കറസ്പോണ്ടിങ് ഒരു ഓപ്പറേറ്റർ ഉണ്ട്. പൊട്ടൻഷ്യൽ എനർജി, ഈ ഓപ്പറേറ്റേഴ്സ് എല്ലാം എപ്പോഴും ഒരേപോലെ ആണെന്നല്ല. കാരണം നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ നമ്മൾ എന്താ ഹാർമോണിക് ഓസിലേറ്ററിനകത്ത് പറയുമ്പോൾ ഹാഫ് കെ എക്സ് സ്ക്വയർ എന്നാണ് പറയാ. പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ ഹാഫ് കെ എക്സ് സ്ക്വയർ എന്നാണ് പറയാ. പക്ഷെ ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ടെന്ന് വെക്കുക. ഒരു ഹൈഡ്രജൻ ആറ്റം നടുക്കൊരു ന്യൂക്ലിയസ്, ഒരു ഇലക്ട്രോൺ ഉണ്ടെന്ന് വെക്കുക. അപ്പൊ ഇവ തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി ആവുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ? 1/4πε0 Q1 Q2 by R എന്നാണല്ലേ പറയാ പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ. സോ ഈ പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ ഓൾവേസ് സെയിം ആണെന്നല്ല നമ്മൾ പറയുന്നത്. അതായത് ഓരോ ഇത് കിട്ടണമെങ്കിലും ആ സിസ്റ്റം എടുക്കുക. ഹാർമോണിക് ഓസിലേറ്റർ ആണെങ്കിൽ ഹാർമോണിക് ഓസിലേറ്റർ എന്ന സിസ്റ്റം എടുക്കുക. എന്നിട്ട് നമുക്ക് കൈനറ്റിക് എനർജിയാണ് കിട്ടേണ്ടതെങ്കിൽ ആ കൈനറ്റിക് എനർജിയുടെ ഓപ്പറേറ്റർ അതിന്റെ വേവ് ഫംഗ്ഷൻ ആക്ട് ചെയ്യിക്കുക. പൊട്ടൻഷ്യൽ എനർജിയാണ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ ഏത് സിസ്റ്റത്തിലാണോ കിട്ടേണ്ടത് ആ സിസ്റ്റം എടുക്കുക. എന്നിട്ട് പൊട്ടൻഷ്യൽ എനർജിയുടെ ഓപ്പറേറ്റർ എടുക്കുക. ആ ഓപ്പറേറ്റർ അതിൽ ആക്ട് ചെയ്യിക്കുക. അപ്പൊ ഇതിനകത്ത് കുറച്ച് ടേംസ് പറഞ്ഞിട്ടുണ്ട്. എന്താ ഉള്ളത് ഒന്നുകൂടെ നോക്കാം. അതായത് എവറി ഒബ്സർവബിൾ കറസ്പോണ്ട്സ് ടു ലീനിയർ ഹെർമിഷ്യൻ ഓപ്പറേറ്റർ. അതായത് ഓരോ ഒബ്സർവബിളിനും, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഓരോ ഒബ്സർവബിളിനും കറസ്പോണ്ട് ചെയ്ത് ഒരു ഓപ്പറേറ്റർ ഉണ്ടെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു മുമ്പത്തെ ക്ലാസ്സിൽ. പക്ഷെ ആ ഓപ്പറേറ്റർ എങ്ങനത്തെ ആയിരിക്കണം എന്ന 2 കണ്ടീഷൻസ് അവർ ഇമ്പോസ് ചെയ്യുന്നുണ്ട്. ഒന്നെന്നുള്ളത് ലീനിയർ ആയിരിക്കണം, 2 ഹെർമിഷ്യൻ ആയിരിക്കണം. അപ്പൊ എന്താണ് ലീനിയർ, എന്താണ് ഹെർമിഷ്യൻ? അവ രണ്ടും കൊണ്ട് എന്ത് ഡിഫറൻസ് ആണ് ഉണ്ടാകുക നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഫസ്റ്റ് ലീനിയർ ഓപ്പറേറ്റർ എന്താണെന്ന് നോക്കാം. ലീനിയർ ഓപ്പറേറ്റർ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്ക് 2 ഫംഗ്ഷൻ ഉണ്ടെന്ന് വെക്കാം, എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും. 2 ഫംഗ്ഷൻസ്, ഇതൊരു കോൺസ്റ്റന്റ് ആണ്, എയും ബിയും കോൺസ്റ്റൻസ്. അപ്പൊ ജസ്റ്റ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്തൊന്നും മാത്രമേ ഉള്ളൂ. അപ്പൊ 2 ഫംഗ്ഷൻസ് ആഡ് ചെയ്തിട്ട് അതിന് ആ ഓപ്പറേറ്റർ ആക്ട് ചെയ്യുന്നതും, ഒമേഗ എന്നുള്ളതാണ് ഓപ്പറേറ്റർ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ആ 2 ഫംഗ്ഷൻസ് ഫസ്റ്റ് ആഡ് ചെയ്തു, ബ്രാക്കറ്റ് ഇട്ടേക്കുന്നുണ്ടോ, അതായത് ഫസ്റ്റ് ആഡ് ചെയ്തു, അതിനുശേഷം ആ ഓപ്പറേറ്റർ ആക്ട് ചെയ്യുന്നതും, ആ ഓപ്പറേറ്റർ ഇൻഡിവിജ്വലി ഓരോ ഫംഗ്ഷനിലും ആക്ട് ചെയ്തു. കണ്ടോ, ഇൻഡിവിജ്വലി ഓരോ ഫംഗ്ഷനിലും ആക്ട് ചെയ്തു. അതിനുശേഷം ആഡ് ചെയ്യുന്നതും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് ലീനിയർ ഓപ്പറേറ്റർ ആണെന്ന്. മനസ്സിലായോ? അതായത് ഫസ്റ്റ് രണ്ട് ഫംഗ്ഷനും ആഡ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്തതിന് ശേഷം ഓപ്പറേറ്റർ ആക്ട് ചെയ്യുന്നതും, ഓപ്പറേറ്റർ 2 ഫംഗ്ഷനിൽ ഇൻഡിവിജ്വലി ആക്ട് ചെയ്തു അതിനുശേഷം ആഡ് ചെയ്യുന്നതും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് ലീനിയർ ഓപ്പറേറ്റർ ആണെന്ന് പറയാം. അപ്പം ലീനിയർ ഓപ്പറേറ്ററിന് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് 2 ഫംഗ്ഷൻ ഉണ്ട്, എഫ് ഓഫ് എക്സ്, ജി ഓഫ് എക്സ്. 2 ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ 2 ഫംഗ്ഷൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളത് ലീനിയർ ഓപ്പറേറ്റർ ആണ്. കാരണം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്തു, 5 ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് 5 ഇൻറ്റു ജി ഓഫ് എക്സ്, അത് രണ്ടും ഈക്വൽ അല്ലേ? അപ്പം ആഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താലും ഈക്വൽ ആണ്. മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എടുക്കുക, ഡി ബൈ ഡി എക്സ് ഡെറിവേറ്റീവ് എടുക്കുന്നത്, എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് ഡെറിവേറ്റീവ് എടുക്കുന്നതും ഒരേപോലെ അല്ലേ? ആദ്യം ഡെറിവേറ്റീവ് എടുത്തു, പിന്നെ ആഡ് ചെയ്താലും അത് തിരിച്ച് രണ്ടും ആഡ് ചെയ്തു എന്നിട്ട് ഡെറിവേറ്റീവ് എടുത്താലും ഒരേപോലെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് നോർമലി പെട്ടെന്ന് തോന്നാം എല്ലാ ഓപ്പറേറ്റേഴ്സും അതേപോലെ അല്ലേന്ന് തോന്നാം. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ലോഗ് എക്സ് എന്നുള്ളത് ലീനിയർ ഓപ്പറേറ്റർ ആണോ? നമ്മൾ ജസ്റ്റ് നോക്കാം. ലോഗ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്, 2 ഫംഗ്ഷനും ആഡ് ചെയ്തു എന്നിട്ട് അതിന്റെ ലോഗ് എടുത്തു, അതും 2ന്റെ ലോഗ് എടുത്തു, ലോഗ് എഫ് ഓഫ് എക്സ് പ്ലസ് ലോഗ് ജി ഓഫ് എക്സ്. നമുക്കിതറിയാം, ഇതിനെ ആഡ് ചെയ്യുവാണെങ്കിൽ എന്താ പറ്റുക നമുക്കറിയാം അല്ലേ? അപ്പം ഇത് രണ്ടും ഈക്വൽ ആണോ? ഇത് രണ്ടും ഈക്വൽ അല്ല. അതുകൊണ്ട് ലോഗ് എടുക്കുക എന്നുള്ളത് ലീനിയർ ഓപ്പറേറ്റർ അല്ല. ലൈക്ക് സ്ക്വയർ റൂട്ട്, ഇത് സ്ക്വയർ റൂട്ടാന്ന് വെക്കാം. സ്ക്വയർ റൂട്ട് എടുക്കാന്ന് വെക്കാം. സ്ക്വയർ റൂട്ട് എടുക്കുകയാണെങ്കിൽ അത് ലീനിയർ ഓപ്പറേറ്റർ ആണോ? രണ്ടും കൂടെ ആഡ് ചെയ്തു, അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്തു, ഓരോന്നിന്റെ സ്ക്വയർ റൂട്ട് എടുത്തു, എന്നിട്ട് ആഡ് ചെയ്യുന്നത് ഈക്വൽ ആണോ? അല്ല. അപ്പം സ്ക്വയർ റൂട്ട് എടുക്കുന്നത് ലീനിയർ ഓപ്പറേറ്റർ അല്ല, ലോഗ് എടുക്കുന്നത് ലീനിയർ ഓപ്പറേറ്റർ അല്ല, സ്ക്വയർ എടുക്കുന്നത് ലീനിയർ ഓപ്പറേറ്റർ അല്ല. പക്ഷെ മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതും ലീനിയർ ഓപ്പറേറ്റർ ആണ്. നമുക്ക് മെയിൻലി ആ 2 ഓപ്പറേഷൻസ് മാത്രമാണ് മോസ്റ്റ്ലി വരുന്നത്. മിക്കവാറും നമുക്ക് ഈ 2 കേസേ വരത്തുള്ളൂ. ഒന്നുകിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക എക്സ് വെച്ചിട്ട്.
ഈ 2 ഓപ്പറേറ്റേഴ്സ് നമുക്ക് മെയിൻലി വരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ബാക്കിയുള്ളതിനെ പറ്റി വറീഡ് ആവുന്നില്ല. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ലീനിയർ ഓപ്പറേറ്റർ. പക്ഷെ അപ്പൊ നിങ്ങൾക്ക് അടുത്തൊരു ഡൗട്ട് ഉണ്ടാവാം, എന്തിനാണ് ഈ ഓപ്പറേറ്റേഴ്സ് ലീനിയർ ആവണം എന്നുള്ളൊരു കണ്ടീഷൻ നമ്മൾ ഇമ്പോസ് ചെയ്യുന്നത്? ലീനിയർ ആയില്ലെങ്കിൽ എന്താ പ്രശ്നം? ഓപ്പറേറ്റർ ലീനിയർ ആയില്ലെങ്കിൽ എന്താ പ്രശ്നം? ഓപ്പറേറ്റർ ആയപ്പോയെ. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അഡ്രസ് ചെയ്യാം. നിൽക്കട്ടെ, വെയിറ്റ് ചെയ്യട്ടെ, കുറച്ചുകൂടെ കഴിയട്ടെ. നമ്മൾ പാർട്ടിക്കുലർ ബോക്സ് കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യാം. രണ്ടാമത്തെ ഇതെന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞ 2 കണ്ടീഷനാണ് പറഞ്ഞത്. എവരി ഒബ്സർവബിൾ കറസ്പോണ്ട്സ് ടു ലീനിയർ ഹെർമിഷ്യൻ ഓപ്പറേറ്റർ എന്നാണ്. ലീനിയർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഹെർമിഷ്യൻ എന്താണ്? ഹെർമിഷ്യൻ ഒരു കണ്ടീഷൻ ആയിട്ടാണ് പറയുന്നത്. തൽക്കാലം നിങ്ങൾ ആ ഓപ്പറേറ്റേഴ്സിന്റെ ക്ലാസ്സിൽ നമ്മളിത് ഡിസ്കസ് ചെയ്യാം. തൽക്കാലം നിങ്ങൾ ജസ്റ്റ് ഈ ഒരു കാര്യം മാത്രം ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. അതായത് ഹെർമിഷ്യൻ എന്നതുകൊണ്ട് ഇത്രയും മീൻ ചെയ്യുന്നുള്ളൂ. അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ നോക്കുക. ഇതിനകത്ത് എഫ് തന്നെ വെച്ചിട്ടാണ് 2 ഫംഗ്ഷൻ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് വേറെ ഇന്റഗ്രൽ നമുക്കൊരു ഫംഗ്ഷൻ സൈ ഉണ്ടെന്ന് വെക്കുക. സൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ഇൻറ്റു ഓപ്പറേറ്റർ. ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ നോക്കുക, ജനറലൈസ് ആയിട്ട്. ആ ഓപ്പറേറ്റർ ഫൈൽ ആക്ട് ചെയ്തു. അതായത് റൈറ്റിലോട്ടാണ് എപ്പോഴും നമ്മൾ ആക്ട് ചെയ്യുന്നതായിട്ട് പറയുന്നത്. എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഈ ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആക്ട് ചെയ്തു. എന്നിട്ട് ആ ആക്ട് ചെയ്തതിനെ സൈ സ്റ്റാർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ആക്ട് ചെയ്തിട്ട് കിട്ടുന്നൊരു ഫംഗ്ഷൻ ഉണ്ടല്ലോ, എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഇതിൽ ആക്ട് ചെയ്യുമ്പോൾ വേറൊരു ഫംഗ്ഷൻ കിട്ടുമല്ലോ. ആ ഫംഗ്ഷനെ സൈ സ്റ്റാർ വെച്ച് പിന്നെ മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തു. ഇന്റഗ്രേറ്റ് എവിടം വരെ ചെയ്യുന്നത്? -∞ ടു ഇൻഫിനിറ്റി ഇന്റഗ്രേറ്റ് ചെയ്തു. ഫൈൻ. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഒരു ലിമിറ്റ് ഇട്ടിട്ട് -∞ ടു ഇൻഫിനിറ്റി ഒരു ലിമിറ്റ് ഇട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു നമ്പർ കിട്ടും. ഫൈൻ, നമ്പർ കിട്ടും. അതേ നമ്പർ ആയിരിക്കണം നമ്മൾ തിരിച്ച് ഈ ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഓപ്പറേറ്റർ നമ്മൾ ഇവിടെ ആദ്യം എന്ന് പറയുന്ന ഓപ്പറേറ്റർ ആക്ട് ചെയ്തതില്ല, ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷനിലാണ് ആക്ട് ചെയ്തത്. നമ്മൾ രണ്ടാമത് തിരിച്ചെടുക്കുകയാണ്. ഫൈ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഇതിനകത്ത് ആക്ട് ചെയ്യുന്നു, സൈ എന്ന ഇതിനകത്ത് ആക്ട് ചെയ്യുന്നു. എന്നിട്ട് ആ കിട്ടിയ റിസൾട്ടിനെ നമ്മൾ ഫൈ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, -∞ ടു ഇൻഫിനിറ്റി ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഒരു നമ്പർ കിട്ടും. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമ്പർ കിട്ടും. ആ നമ്പർ കിട്ടുന്ന അവിടെ കൊണ്ട് നിന്നില്ല, നമ്പർ കിട്ടും. എന്നിട്ട് ആ നമ്പറിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുത്തു. നമ്മൾ മൊത്തത്തിലാണ് ഇവിടെ നോക്ക്, മൊത്തത്തിൽ കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുക്കുകയാണ്. കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുക്കുമ്പോൾ കിട്ടുന്നതും ഈക്വൽ ആണെങ്കിൽ, അതായത് ആദ്യം ചെയ്തപ്പോൾ കിട്ടിയതും രണ്ടാമത് ചെയ്തപ്പോൾ കിട്ടിയതും ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഇത് ഹെർമിഷ്യൻ ഓപ്പറേറ്റർ ആണെന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇപ്പം തൽക്കാലം ഇപ്പൊ ഒരു മനസ്സിലാവാൻ പാടാണ് എന്താണ് ഉദ്ദേശിക്കുന്നത്, ലൈക്ക് അതിന്റെ കോൺസിക്വൻസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ കുറച്ചൊരു ഡിഫിക്കൽട്ടി ഉണ്ടാവും. ജസ്റ്റ് ആ എക്സ്പ്രഷൻ ഒന്നുകൂടെ നോക്കുക. അതായത് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ ഓപ്പറേറ്റർ, ഇതാണ് ഓപ്പറേറ്റർ. ഈ ഓപ്പറേറ്റർ ആക്ട് ചെയ്യുന്നത് ഏതിലാണ്? ഈ ഫംഗ്ഷനിലാണ്. ഇവിടെയോ എഫ് ഓഫ് എൻ ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഈ സെയിം ഓപ്പറേറ്റർ ആണ്, എഫ് ഓഫ് എമ്മിലാണ് ആക്ട് ചെയ്യുന്നത്, ഇവിടെ ആക്ട് ചെയ്യുന്നത്. എന്നിട്ട് രണ്ടിടത്ത് നമ്മൾ മറ്റേ ഏത് ഫംഗ്ഷനിലാണ് ആക്ട് ചെയ്ത് അടുത്ത ഫംഗ്ഷൻ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ എഫ് സ്റ്റാർ എം വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ എഫ് സ്റ്റാർ എൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അതിനുശേഷം നമ്മൾ രണ്ടിനെ ഇന്റഗ്രേറ്റ് ചെയ്തു, രണ്ട് സൈഡിലും ഇന്റഗ്രേറ്റ് ചെയ്തു. രണ്ടിടത്തും ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമ്പറാണ്. ആ നമ്പർ ഇവിടെ കിട്ടുന്ന നമ്പറിനെ എന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുത്തു. കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുക്കുമ്പോൾ കിട്ടുന്നത് അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമ്മൾ പറയും ഹെർമിഷ്യൻ ഓപ്പറേറ്റർ ആണെന്ന് പറയും. അപ്പം എഗെയിൻ ഇത് നിങ്ങൾക്ക് ഇപ്പോ ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ കുറച്ചൊരു ഡിഫിക്കൽട്ടി ഉണ്ടാവും. പക്ഷേ കുഴപ്പമില്ല, തൽക്കാലം ഇങ്ങനെ പഠിച്ചു വെക്കാം, നമുക്ക് പിന്നീട് ഇത് ക്ലിയർ ചെയ്തോളാം. അപ്പൊ ഹെർമിഷ്യൻ ഓപ്പറേറ്റർ ആയതുകൊണ്ട് എന്താ ഒരു ഓപ്പറേറ്റർ ക്വാണ്ടം മെക്കാനിക്സിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ഹെർമിഷ്യൻ ഓപ്പറേറ്റർ ആയിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഹെർമിഷ്യൻ ഓപ്പറേറ്റർ ആണെങ്കിൽ അതിന്റെ കോൺസിക്വൻസ് എന്താന്ന് വെച്ചാൽ, കോൺസിക്വൻസ് സിംപിൾ ഇതേ ഉള്ളൂ. ഹെർമിഷ്യൻ ഓപ്പറേറ്ററിന്റെ എയ്ഗൻ വാല്യൂ റിയൽ ആയിരിക്കും. അപ്പോൾ എഗെയിൻ എന്താണ് എയ്ഗൻ വാല്യൂ എന്നൊരു ഡൗട്ട് ഉണ്ടാവും, നമുക്ക് അതും അഡ്രസ് ചെയ്യാം. തൽക്കാലം അതും നിൽക്കട്ടെ. ഹെർമിഷ്യൻ ഓപ്പറേറ്ററിന്റെ എയ്ഗൻ വാല്യൂ റിയൽ ആയിരിക്കും. ആ ഒരു കാര്യം കൂടെ ജസ്റ്റ് ഓർത്തിരിക്കുക, നമുക്കത് അഡ്രസ് ചെയ്യാം. ആ ഒരു കണ്ടീഷൻ, ആ ഒരു കോൺസിക്വൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് ഹെർമിഷ്യൻ ആവണം എന്ന് പറഞ്ഞത്. തൽക്കാലം ആ എയ്ഗൻ വാല്യൂ എന്താണെന്നുള്ളത് നിൽക്കട്ടെ. ഇൻ കേസ് മനസ്സിലായില്ലെങ്കിൽ പോട്ടെ. അപ്പൊ റിയൽ ആണെന്നുണ്ടെങ്കിൽ എന്നുവെച്ചാൽ ഇമാജിനറി പാർട്ട് ഇല്ലാത്തതാണ് റിയൽ എന്നുള്ളത്. അപ്പൊ ജസ്റ്റ് എഴുതി വെക്കുക, ഹെർമിഷ്യൻ ഓപ്പറേറ്ററിന്റെ എയ്ഗൻ വാല്യൂസ് റിയൽ ആണ്. റിയൽ ആയതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കണ്ടീഷൻ കൂടി ഇമ്പോസ് ചെയ്യുന്നത്. അപ്പം ലീനിയറിന് കണ്ടീഷൻ ഇമ്പോസ് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞില്ല, അത് പറയാം. അപ്പം ഈ ഒരു സിറ്റുവേഷനെ തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാവേ. ഇത് ബ്രാക്കറ്റ് നോട്ടേഷൻ എന്ന് പറയും. ഈ മുകളിൽ എഴുതിയിരിക്കുന്നതിനെ തന്നെ താഴെ ഇതേപോലെ എഴുതാം.
അതും നമ്മൾ എങ്ങനെ എഴുതുന്നതെന്നുള്ളത് നമ്മൾ പിന്നീട് പറഞ്ഞുതരാം. ജസ്റ്റ് ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക.